ഹലോ ഗൈസ്, SK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇണക്കാൻ പോകുന്ന ഒരു മീനില്ലാത്തൊരു മീൻ കറിയാണ്. ഇപ്പോൾ മീനിനൊക്കെ ഒരു ക്ഷാമമുള്ള സമയമല്ലേ. അപ്പോൾ ഇണക്കുന്നത് അമ്മച്ചിയാണ്. അന്നേരം ഒരു പച്ചക്ക വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് അമ്മച്ചിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. സത്യം ഇതെന്താണ് ഈ പാത്രത്തിലൊക്കെ? അത് ഒരു കറി ഇണക്കാൻ പോവുകയാണ്. പച്ചക്കായൊക്കെ ഉണ്ടല്ലോ. പച്ചക്കായും തക്കാളിയൊക്കെ ഉണ്ട്. ഒരു മീനില്ലാത്തത്. മീൻ അരക്കിലോ പച്ചക്ക മേടിച്ചതാണ്. അത് നമുക്കിന്ന് ഒരു മീൻ കറിയാക്കി എടുക്കാം. മീനില്ലാത്തൊരു മീൻ കറി. നമ്മളിത് ഇതേപോലെ തൊലി കളയണം. തൊലി കളഞ്ഞിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കണത്. ഇത് മീൻ മുറിച്ചെടുക്കുന്നത് പോലെ തന്നെ മീനിൻ്റെ കഷ്ണം റെഡിയാക്കുന്നത് പോലെ നമുക്കിതൊന്ന് പീസാക്കി എടുക്കാം. ഏകദേശം ഒരു മീനിന്റെ ഷേപ്പ് കിട്ടും. ഏകദേശം മീൻ കഷ്ണം പോലെ തന്നെ നമ്മൾ പീസാക്കി എടുക്കണം. ഇതിനൊരു അരിയുണ്ട്. അതായത് കറുത്ത ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് മാറ്റണം. ഏകദേശം ഒരു മീൻ കഷ്ണം ഇതേപോലെ ഒരു ദൂരം കണ്ട ഇതേപോലെ നമുക്കിത് റെഡിയാക്കാം. തക്കാളി അരിഞ്ഞെടുക്കണം. നമ്മളിത് ഈ തക്കാളി കൂടെ മീൻ പൊള്ളിക്കണേന് തക്കാളി ചേർക്കുമല്ലോ, അതേപോലെ തക്കാളി കൂടെ ചേർക്കണം. പുളി ചേർക്കണത് കൊണ്ട് പകുതി തക്കാളി മതി, ഒരെണ്ണം മുഴുവത്തോടെ വേണ്ട. നമ്മൾ 1/2 കിലോ പച്ചക്കായാണല്ലോ റെഡിയാക്കുന്നത്. അതിൽ ചേർക്കാനുള്ള ഒരു 3 പച്ചമുളകും. നമ്മളിത് പച്ചക്ക മീൻ കറിയായിട്ട് വെക്കുന്നതിനുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 5-6 കഷ്ണം വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. ഇതിൻ്റെ കൂട്ടത്തിൽ തക്കാളി, പച്ചമുളക്, പുളി, കടുക്, ഉലുവ, എണ്ണ, തേങ്ങാപ്പാൽ, ഉപ്പ്, ഇത്രയും സാധനം ചേർത്താണ് നമ്മളിത് കറിയാക്കുന്നത്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം അത് എരിവ് കുറവായിട്ടിരിക്കുമല്ലോ. എരിവിൻ്റെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. മറ്റേ സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് 1 സ്പൂണ് വീതം. അത് ചേർത്ത് നമ്മളിത് കല്ലിൽ ചായക്കാൻ പോവുകയാണ്. മിക്സിയിലൊന്നും വേണ്ട, ചെറിയ ഒരു പൊള്ളിക്കലല്ലേ, മീൻ പൊള്ളിക്കൽ. മീനില്ലാത്തൊരു മീൻ പൊള്ളിക്കൽ. ഒരുപാട് അരയുണ്ട്, ഇതൊന്ന് പതുക്കെ ഒന്ന് ചായച്ചെടുത്താൽ മതി. നമ്മുടെ ഈ കറി ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഒരു 2 സ്പൂണ് എണ്ണ ഒഴിക്കണം. കടുകിടാം. ഒരു 1/4 സ്പൂണ് ഉലുവ. അതിൻ്റെ ശേഷം നമ്മൾ ഇച്ചിരി വേപ്പില ഇടണം. അതിൻ്റെ ശേഷം തക്കാളി
അരമുറി തക്കാളി, അതിൻ്റെ കൂടെ 3 പച്ചമുളക്. ഇനി നമ്മൾ കല്ലേച്ചയച്ച ഗ്രേവിയാണ് ഇതിലേക്ക് ഇത് മൂപ്പിക്കണം. ഇത് മൂപ്പിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് മൂപ്പിക്കണം. നമുക്കിത് ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് അഴക്കാം. ഗ്രേവി അഴഞ്ഞ് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കഷ്ണങ്ങൾ പെറുക്കിയിടുന്നത്. ഒരു 1/4 സ്പൂണ് ഉപ്പ്, തിളച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ഇത് പെറുക്കി വെക്കണം. ഇത് മൂടിയിരുന്ന് തിളച്ചിട്ട് നമുക്ക് ഇത് പെറുക്കിയിടാം കഷ്ണം. നമുക്കിത് ഇതൊന്ന് പൊക്കി നോക്കാം. ഇത് കറി തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഈ കായ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടാം. മീൻകറിയുടെ മണം വന്നുണ്ട്. കായ്ക്ക് ഷേപ്പാക്കി എടുത്തത് കാരണം മീൻ പോലെ തന്നെ തോന്നണം. മീൻ കഷ്ണം പോലെ തന്നെ ഇരിക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഒരുപാട് പുളി വേണ്ട. നമുക്ക് 1 കഷ്ണം പുളി ഇട്ടാൽ മതി. തക്കാളി ഉള്ളത് കാരണം നമുക്ക് 1 കഷ്ണം പുളി ഇട്ടാൽ മതി. ഇത് എടുത്ത് മാറ്റണം. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിനെ എടുത്ത് മാറ്റണം. ഒന്ന് വൈകാനിരുന്ന് തിളക്കട്ടെ. നമുക്കിത് തേങ്ങാപ്പാലിൽ ഇത് വേവിക്കാം. 1 മുറി തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ പാലാണ്. അതുകൂടെ ഇരുന്ന് വേവട്ടെ. മൂടി വെച്ച് വേവിക്കും. ഇത് റെഡി ആയിട്ടുണ്ട് ഒരുവിധം. നമുക്കിത് ഈ കറിയേ ഇതിന് കണക്കായ ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്ന് നോക്കാം. ഇച്ചിരി കൂടെ ഉപ്പിടണം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വേപ്പല, ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണം. അതിന് മുൻപായിട്ട് നമുക്കിത് ഈ പുളി മാറ്റണം. പുളി ഇച്ചിരി മുന്നിട്ട് നിൽക്കും. എന്താണെന്ന് വെച്ചാൽ തക്കാളി ചേർന്നത് കാരണേ പുളി കൂടും. അതുകൊണ്ട് നമുക്ക് ഈ പുളി എടുത്ത് മാറ്റാം. കറി റെഡി. നമുക്ക് ഇച്ചിരി എണ്ണ കൂടെ ഒഴിക്കണം. വഴുതനങ്ങായും പൊള്ളിക്കാവേ. തക്കാളിയും വഴുതനങ്ങായും കൂടെ മീൻ കറിയാക്കാം. ഇത് ഇതൊക്കെ റെഡിയായി. ഗ്യാസ് ഓഫാക്കാം. നമുക്കിത് പാത്രത്തിലേക്ക് എടുക്കാം. കണക്കായ ഉപ്പും പുളി എരിവും എല്ലാം ഉണ്ട്. മീൻകറി പോലെ തന്നെ ഇരിക്കും. മീനില്ലാത്തൊരു മീൻകറിയാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കിയത്. പച്ചക്ക കൊണ്ടാണ് ആ കറിയാക്കിയത്. അത് എല്ലാവരും കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.